ലൈസൻസുള്ള റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങൾക്ക് 90,000-ഓളം വിസയാണ് അനുവദിച്ചതെന്ന് സൗദി തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹ് അറിയിച്ചു. ഇതിൽ 25,000-ഓളം വിസകൾ അനുവദിച്ചത് ഗാർഹിക ജോലിക്ക് മാത്രമാണ്. കഴിഞ്ഞ മാസം വരെ രാജ്യത്ത് മൊത്തം 16 സ്ഥാപനങ്ങൾക്ക് റിക്രൂട്ട് നടത്താനുള്ള ലൈസൻസ് അനുവദിച്ചതായും മന്ത്രി തന്റെ ട്വിറ്ററിൽ രേഖപ്പെടുത്തി. ഇതിൽ 9 റിയാദിലും 2 ജിദ്ദയിലും 4 കിഴക്കൻ പ്രവിശ്യയിലും 1 അൽബാഹയിലുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ ലൈസൻസുള്ള ഒന്നിലേറെ റിക്രൂട്ടിംഗ് കമ്പനികൾ രംഗത്തുള്ളത് സ്വദേശി പൗരന്മാർക്ക് ഗുണകരമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയ ഔദ്യോഗിക വക്താവ് ഫത്താഹ് ബിൻ സാലിഹ് അൽ അനസി പറഞ്ഞു. തൊഴിൽ മാർക്കറ്റിലെ മത്സരം പരമാവധി കുറഞ്ഞ ചിലവിൽ മികച്ച വീട്ടുജോലിക്കാരികളെ ലഭ്യമാക്കാൻ സഹായകരമാക്കും. നിലവിൽ ലൈസൻസ് നൽകപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഗാർഹിക തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽ മാർക്കറ്റിലെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും അൽ അനസി പറഞ്ഞു. എന്നാൽ വീട്ടുജോലിക്കാരികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ചെലവ് വർദ്ധിച്ചതു കാരണം ഗാർഹിക തൊഴിൽ വിസ അപേക്ഷകൾ 50% കുറഞ്ഞതായി സൗദി ചേംബർ അംഗം മാജിദ് അൽ ഹജാസ് അഭിപ്രായപ്പെട്ടു. റിക്രൂട്ടിംഗ് ചെലവ് വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കവെ ഒന്നിലേറെ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയത് സേവനത്തിന്റെ കാര്യത്തിൽ തൊഴിൽ മാർക്കറ്റിൽ മത്സരം നിലനിർത്താനും അതിലൂടെ കുറഞ്ഞ ചെലവിൽ മികച്ച സേവനം നൽകുന്നവരെ ആവശ്യക്കാർക്ക് തെരഞ്ഞെടുക്കാനുമാണെന്ന് ഹത്താബ് അൽ അനസി വ്യക്തമാക്കി. ഗാർഹിക ജോലിക്കാർക്കായി അനേകം രാജ്യങ്ങളുമായി ഇതിനകം തന്നെ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും പുതിയ മേഖലകൾ കണ്ടെത്തി വരികയാണെന്നും അൽ അനസി പറഞ്ഞു. അതിന്റെ ഭാഗമായി ഫിലിപ്പൈൻസുമായി പ്രാഥമിക കരാർ ഒപ്പിട്ടു കഴിഞ്ഞു. ഇന്ത്യയുമായും മറ്റു ചില രാജ്യങ്ങളുമായും ഉടനെ കരാറിൽ ഏർപ്പെടുമെന്നും ഹത്താബ് അൽ അനസി വ്യക്തമാക്കി. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി,